ദേവ് ട്രാവൽ വേൾഡിൻ്റെ 141ാമത്തെ വീഡിയോ. മുഖച്ഛായ മാറുന്ന നമ്മുടെ നാട്ടിൻപുറങ്ങൾ. ഹലോ ബിനോയ്, തെരഞ്ഞെടുപ്പും അടുത്തല്ലോ. വികസനത്തിൻ്റെ ഭയങ്കര ചർച്ചയൊക്കെയല്ലേ നടക്കുന്നത്? എന്തൊക്കെയാണ് നാലാവാടിൻ്റെ സ്ഥിതി? വികസനത്തിൻ്റെ ചർച്ചകൾ നാട്ടിലിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മളെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള 5 വർഷമാണ് കടന്നുപോയത്. പ്രധാനമായും നമുക്ക് മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നമ്മളുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ കൂട്ടായ ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ വാർഡിനകത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിതൊക്കെ പോയി കണ്ടാലോ? കാണാലോ മാഷേ. നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ 5 വർഷക്കാലം കൊണ്ട് നമുക്ക് നമ്മളുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വാർഡിൽ നടത്താൻ കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ വാർഡിനകത്ത് ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ക്രഷ്കം അംഗനവാടി. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ, നമ്മളെ കൈക്കുഞ്ഞുങ്ങളെ അവിടെ വീട്ടിലെന്ന പോലെ പരിചരിക്കുന്ന നിലയാണുള്ളത്. അതിന് വേണ്ടി മാത്രം 2 പേരെ നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ വാർഡിലുള്ള 2 പേരെ അവിടെ നിയമിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ, ഇപ്പോൾ 20-ലധികം കുട്ടികൾ ദിവസം അവിടെ വരുന്നുണ്ട്. ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് വളരെ സഹായകരമായിട്ടുള്ളൊരു പദ്ധതിയായി അത് മാറിയിട്ടുണ്ട്. മാതൃകാപരമായൊരു പ്രവർത്തനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിൽ സംരംഭം, കുന്നമംഗലം ബ്ലോക്കിൽ തന്നെ ഏറ്റവും മികച്ച തൊഴിൽ സംരംഭങ്ങളിൽ ഒന്നായി മാറിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിലെ നിർമ്മിതി തൊഴിൽ സംരംഭം. തൊഴിലുറപ്പ് പദ്ധതിയുടെ കോൺക്രീറ്റ് ബോർഡുകൾ, സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡുകൾ നിർമ്മിച്ച് സൈറ്റുകളിൽ സ്ഥാപിച്ചു കൊടുക്കുന്ന പ്രവർത്തനം അവരിപ്പോൾ ആരംഭിച്ചിട്ട് 3 വർഷം പിന്നിട്ടു. ഈ വർഷം 5 പഞ്ചായത്തുകളുടെ പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, മെറ്റീരിയൽ പ്രവർത്തനവും പഞ്ചായത്തിൻ്റെ അങ്കണപ്പച്ച പോലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന നിലയിലേക്ക് അവരുടെ സ്ഥാപനം വളർന്നു വന്നിട്ടുണ്ട്. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഉൽപ്പാദന മേഖലയിൽ നാളികേര നഴ്സറി 2 വർഷമായിട്ട് നമ്മുടെ വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലേക്കും വീടുകളിൽ കുഴിയെടുത്ത് കുറ്റ്യാടി തെങ്ങി തൈകൾ പാകി കൊടുക്കുന്ന നിലയിലേക്ക് നാളികേര നഴ്സറിയുടെ പ്രവർത്തനം നടക്കുകയാണ്. 4000-ലധികം തൈകൾ തേങ്ങ കുറ്റ്യാടിയിൽ നിന്ന് കൊണ്ടുവന്ന് അത് പാകി തൈയാക്കി മാറ്റി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകളിൽ അത് കുഴിച്ചിട്ട് കൊടുക്കുന്ന പ്രവർത്തനം ആ നാളികേര നഴ്സറിയുടെ ഭാഗമായി തൊഴിൽ ദിനങ്ങളെ നമുക്ക് കുടുംബശ്രീ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നീന്തൽ കുളമാണ് പുന്നക്കുളം. ആ പുന്നക്കുളത്തിന് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഉപയോഗിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഒരു പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നക്കുളത്തിൻ്റെ നവീകരണം നടപ്പിലാക്കി. ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, ഒരു വർഷത്തിൽ 2 തവണ കുട്ടികളുടെ അവധിക്കാലത്ത് കുട്ടികൾക്ക് പരിശീലനം നടത്തി കൊടുക്കുന്ന, സൗജന്യമായി നടത്തി കൊടുക്കുന്ന നിലയിലേക്ക് പുന്നക്കുളത്തിനെ ഒരു നല്ല നീന്തൽ കുളമാക്കി മാറ്റുവാൻ നമ്മുടെ വാർഡിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നം സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നടുവേദന, ഷുഗർ, പ്രഷർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ വനിതാ ഹെൽത്ത് ക്ലബ്ബ്, അതും നമ്മുടെ കുന്നമംഗലം ബ്ലോക്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിൽ മാത്രമാണ് അത്തരമൊരു പദ്ധതി നടപ്പിലായിട്ടുള്ളത്. നിരവധി പേർ ഈ ഹെൽത്ത് ക്ലബിനെ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അതൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മണിക്കൂറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. 6 മണി മുതൽ, രാവിലെ 6 മണി മുതൽ 7 മണി വരെ. അതുപോലെ വൈകുന്നേരം ഒരു ബാച്ചും കൂടെ ഉണ്ട്. അതും പിന്നെ 6 മണി മുതൽ 7 മണി വരെ. റോഡുകളുടെ വികസനത്തിൽ നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 55 ലക്ഷം ഉറുപ്പിക വിനിയോഗിച്ചുകൊണ്ടാണ് ചെമ്പക്കോട്ട് താഴം തെറ്റത്ത് താഴം റോഡ്, MLA ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് മാവിലേരി പുത്തലത്ത് റോഡ്, നിരവധി റോഡുകൾ MGNREGS പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിരവധി റോഡുകളുടെ പ്രവർത്തനം. ഇനി വാർഡിൽ തന്നെ ശേഷിക്കുന്നത് സമീപകാലത്ത് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ചേർത്തിയ റോഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ റോഡുകളുടെയും വികസനം നമുക്ക് ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാർഡിൻ്റെ പ്രധാന തെരുവായ കുമ്മങ്ങോട്ട് താഴത്ത് നമ്മുടെ MLAയുടെ സഹായത്തോടു കൂടി നമുക്ക് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ സഹായമായിട്ട് നമ്മുടെ തെരുവിൽ മാറിയിട്ടുണ്ട്. നമുക്ക് വനിതകൾക്കായിട്ട് ഒരു വനിതാ സൗഹൃദ കേന്ദ്രം കരീച്ചാൽ അംഗൻവാടിയോട് ചേർന്ന് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വനിതകൾക്കായിട്ട് ഉള്ള യോഗ ക്ലാസ്
മോഡൽ അംഗൻവാടിയോട് ചേർന്നിട്ടുള്ള ശിശുമന്ദിരം ബിൽഡിങ്ങിൽ നടക്കുന്നുണ്ട്. ചെന്നിക്കോട്ട് താഴം കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ 5 കുടിവെള്ള പദ്ധതികൾ നമ്മുടെ വാർഡിനകത്ത് 175 വീടുകളിൽ പഞ്ചായത്തിൻ്റെതായ നിലയിൽ കുടിവെള്ള പദ്ധതികളിലൂടെ നമ്മൾ വെള്ളം എത്തിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ തനത് കുടിവെള്ള പദ്ധതികളാണ്. അതിലൊന്ന് ഈ വർഷം നമ്മൾ ഈ 5 വർഷക്കാലത്ത് നമ്മൾ കൂട്ടിച്ചേർത്ത പദ്ധതിയാണ് ജൽജീവൻ പദ്ധതി. ജൽജീവൻ പദ്ധതി ഏതാണ്ട് 99% പൂർത്തിയായിട്ടുണ്ട്. തെരുവ് ശുചീകരണം ക്ലീൻ കുമ്മങ്ങോട്ട് താഴം എന്നൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ വാർഡിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. 4 പേരെ നിയോഗിച്ചുകൊണ്ട് ആഴ്ചയിൽ 2 തവണ തെരുവ് ശുചീകരിക്കുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് വൃത്തിയുള്ള തെരുവായി നമ്മുടെ കുമ്മങ്ങോട്ട് താഴം മാറിയിട്ടുണ്ട്. അപ്പോൾ എത്രയും നിങ്ങൾ കുട്ടീനെ അവിടെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ മോന് 1.25 വയസ്സായി. 1.25 വയസ്സ് മുതൽ ഇവിടെ വിടുന്നുണ്ട്. നമ്മളത് പേപ്പറിലാണ് കണ്ടിട്ടാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ. മുന്നേക്ക് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ചിരുന്നു ഇങ്ങനെ ഉള്ളതിൽ. ഞാനും വൈഫും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ വീട്ടിൽ ആളില്ല, ഞാനും വൈഫും പിന്നെ മൂത്ത മോളുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ. പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുവിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ വർക്കിംഗ് ടൈമിലൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ ആ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ വർക്ക് കഴിയുന്നതിന് മുന്നേ തന്നെ അവർ ക്ലോസ് നമ്മൾ വിളിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥ വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 7 മണി വരെ ഉള്ളതുകൊണ്ട് നമുക്ക് സൗകര്യമാണ്. നമ്മൾ അത്രയും സമയം ഉപയോഗിക്കലില്ലെങ്കിലും നമുക്ക് ഭയങ്കര സൗകര്യമാണ് ഇതുള്ളത്. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് അതെ, നമുക്ക് സൗകര്യത്തിന് ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇത് തന്നെയല്ല, സൗകര്യം മാത്രമല്ല ഇവിടെ നമ്മൾ വീട്ടിൽ നോക്കുന്ന അതേ രീതിയിൽ തന്നെ ഇവിടുത്തെ ടീച്ചറാണെങ്കിലും ആയാണെങ്കിലും കെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്ന അതേപോലെ തന്നെ ആവും. പിന്നെ വീട്ടിൽ നിന്നാണ് കുറച്ചും കൂടി ഭക്ഷണം കഴിക്കാൻ കുറവ് തോന്നുന്നത് ഞങ്ങൾക്ക്. ഇവിടെ ആകുമ്പോൾ എല്ലാവരുടെയും കൂടുതലാവും ഭക്ഷണം കഴിച്ച് എല്ലാവരുടെയും കൂടി കൂടി കളിച്ച് വരും. ഇപ്പൊ രാവിലെ കൊണ്ടുവിടുമ്പോൾ ചെറിയൊരു ഇതുണ്ടെങ്കിൽ വൈകുന്നേരം തിരിച്ചു പോരാൻ നേരത്തെ ഞാൻ വണ്ടി നിർത്തിയാലും തിരിച്ചു വരാനുള്ള താല്പര്യമില്ല. ടീച്ചറിനെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ടീച്ചറിന്റെ കൂടെ അങ്ങനെ കൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല സംതൃപ്തിയോട് കൂടി തന്നെയാണ്. സംതൃപ്തിയോട് കൂടി നമ്മളിപ്പോ വീട്ടിലിപ്പോ അമ്മയുടെ അച്ഛന്റെ അടുത്തൊക്കെ പേരൻസിന്റെ അടുത്തേക്ക് നമ്മുടെ പേരൻസിന്റെ അടുത്തേക്ക് കൊണ്ടുവിടുന്ന പോലെ തന്നെ ആ ഒരു ഇതിൽ തന്നെ കൊണ്ടുവിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്തായാലും വളരെ നന്നത്. പഞ്ചായത്തിൽ കുറച്ച് എണ്ണ അധികം കൂടി എത്തണം എന്നൊക്കെ. ഞാനൊരു 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവിടുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഇത് ഒരെണ്ണം ഉള്ളതുകൊണ്ട്. ഞാൻ പണ്ടാരപ്പറമ്പെന്നാണ്. അപ്പൊ ഈ ക്രഷ് അംഗനവാടി തുടങ്ങിയിട്ട് എത്രയും 6 മാസം. ഏതൊക്കെ പ്രായത്തിലുള്ള കുട്ടികളെയാണ് ഇവിടെ അഡ്മിറ്റ് ആക്കുന്നത്? 1.25 വയസ്സ് മുതൽ 3 വയസ്സ് വരെ ഉള്ള കുട്ടികളുണ്ട്. കുട്ടികളെയാണ് അലപ്പം ഉള്ളത്. അവിടെ ചേർക്കാൻ പറ്റിയ അത്ര 6 മാസം മുതൽ 6 വയസ്സ് വരെയാണ് പറയല്. പക്ഷെ 3 വയസ്സിന് ശേഷം അംഗനവാടിയിലാണ്. അപ്പൊ അവരൊക്കെ ഒരു 6 മാസത്തിന്റെ മേലെ പ്രായമുള്ളവര്, 3 താഴെയുള്ളവരാണ്. ഭക്ഷണത്തിലൊക്കെ കാര്യം എങ്ങനെയാ? ഭക്ഷണം അംഗനവാടിന്റെ അതേ മെനു തന്നെയാണ് ക്രഷിലെ കുട്ടികൾക്കും. അപ്പൊ അതൊക്കെ ചെറിയ മക്കളായതുകൊണ്ട് നിങ്ങൾ അവരെ തിന്നാനൊക്കെ നല്ല സഹായിക്കേണ്ടി വരുമല്ലോ അല്ലേ? ഞങ്ങൾ സഹായിക്കും. പിന്നെ ഓരോ സ്വയം ചെയ്ത് പഠിക്കണല്ലോ, അതുകൊണ്ട് ഓരോ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. പരമാവധി അവര് ശീലിപ്പിക്കുന്ന പ്രവർത്തനം കൂടെ നടത്തും. എന്നാലും ഒരു മക്കളൊക്കെ ഇവിടെ കഴിഞ്ഞ് വൈകുന്നേരം പോകുന്നേരം അല്ലെങ്കിൽ വരുമ്പോ ഉള്ള അവസ്ഥ എങ്ങനെയാ? ഫസ്റ്റില് വരുന്ന സമയത്ത് കുട്ടിക്ക് ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ അത് ശീലം, പിന്നെ അവർക്ക് വരാൻ ഇഷ്ടമായിരിക്കും. ചില മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പോവാൻ മടിയാ, പോവില്ല എന്ന് പറഞ്ഞ് വീടിന്റെ ഉള്ളിൽ തന്നെ നിന്നോളും. നിങ്ങളെ നല്ല പരിചരണം കിട്ടുന്നുണ്ട് അവർക്ക്. അതെ. അപ്പൊ ഭക്ഷണം തിന്നാനൊക്കെ എങ്ങനെയൊക്കെയാ? അപ്പൊ കൊടുക്കുന്ന ഭക്ഷണം ചെറിയ മക്കളൊക്കെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. വരുന്ന സമയത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ അവർ ഇരുന്ന് തന്നെ കഴിക്കും. ഞങ്ങൾ കൊടുക്കുന്ന ഫുഡൊക്കെ ഒരു കഴിക്കാൻ തുടങ്ങും. സ്വന്തം തന്നെ കഴിക്കും. അപ്പൊ ഒരു സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളോട് ഞങ്ങൾ അവരെ ശീലിപ്പിക്കുന്നു. ഓരോ കാര്യങ്ങൾ ഓരോ കൊണ്ട് തന്നെ ചെയ്യിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയുന്നുണ്ട്. ടോയ്ലറ്റ് പോകുന്ന കാര്യം പറയാത്ത ചെറിയ മക്കളല്ലേ, ആൾക്കാരോട് പറയുന്നുണ്ട്. രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതൊക്കെ കുട്ടികളെ കൊണ്ടാക്കി പിന്നെ പൊതുവിൽ നിങ്ങൾ മീറ്റിംഗ് ചേരുമ്പോൾ ഒരു പറയുന്നു കുട്ടികൾക്ക് നല്ല മാറ്റം വന്നതെന്ന്. ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ കുട്ടിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ മാറ്റം വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം സമീപത്തൊക്കെ ഉള്ള ചെറിയ ഇവിടെ വരാത്ത മക്കൾ ഉണ്ടാവുമല്ലോ, അവരെക്കാൾ ഒരു മെച്ചപ്പെട്ട സ്വഭാവ സവിശേഷതയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതെല്ലാം വലിയൊരു മാറ്റമാണ്. പ്രത്യേകിച്ച് ഇപ്പം നാട്ടിലുള്ള രക്ഷിതാക്കളൊക്കെ തന്നെ അച്ഛനും അമ്മയൊക്കെ തന്നെ തൊഴിൽ പോകുന്നവരാണ്. അപ്പൊ അവർക്ക് നല്ലൊരു ആശ്വാസമാണ് ഇങ്ങനത്തെ ഒരു കേന്ദ്രം. പ്രത്യേകിച്ച് അതിലുപരി പേരൻസ് തന്നെ അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയൊരു കാര്യമാണ് ഇത് വന്നത് എന്നുള്ളത്. ഈ പുറത്തൊക്കെ ആണെങ്കിലേ പുറത്തുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ വലിയ മാസത്തില് തുക കൊടുത്തിട്ട് വേണം കുട്ടികളൊക്കെ ചേർക്കാനും. എന്നിട്ട് പലർക്കും അവിടെ ഒരു വിശ്വാസം പോരാ, സംതൃപ്തി കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ അതിനൊക്കെ മാറ്റേണ്ടത് എന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് പുറത്തൊക്കെ അറിയാം, ഞങ്ങൾക്ക് കഴിഞ്ഞു. അപ്പം ഇനിയും കുറെ കുട്ടികൾ വരും എന്ന് വിചാരിക്കും അല്ലേ? ഓ, പ്രതീക്ഷിക്കാം. ഏത് പദ്ധതി പ്രകാരമാണ് നമ്മളിപ്പോ ഈ നഴ്സറി? തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് അല്ലേ? അപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 2 വർഷമായി, 2ാമത്തെ കൊല്ലം അത് തൈ ഉണ്ടാക്കി. അപ്പം കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ തൈയൊക്കെ ഇതുപോലെ എങ്ങനെയാണത്
എല്ലാ വാർഡുകളിലും 125 വെച്ച് കൊടുത്ത് കുറച്ച് ഓരോ വാർഡിന് 125 വീതം. അത് മാത്രമല്ലല്ലോ, ഓരോരുത്തർക്കും അത് തൈ നട്ടുകൊടുത്തില്ലേ? തൈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഉൾപ്പെടുത്തിയിട്ട് തൈ നട്ടുകൊടുത്തില്ല, കുഴി ഉണ്ടാക്കി വീടുകളിലൊക്കെ നട്ടു. അപ്പൊ ഇത് 2ാമത്തെ വർഷമാണ് അല്ലേ? 2ാമത്തെ വർഷം എത്ര തേങ്ങ തൈയാക്കിയിട്ടുണ്ട്? ഇത് 4000 ആണ്. അപ്പൊ ഈ ഇതുവരെയുള്ളതൊക്കെ കഴിഞ്ഞിപ്പോ ഈ വർഷം തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഇത് മുളപ്പിച്ച് തയ്യാക്കുന്നത് വരെയുള്ളതൊക്കെ നിങ്ങളെ തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഉൾപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ കുറെ തൊഴിൽ അങ്ങനെ പുല്ല് പറിക്കുന്നത് ഗ്രോ ബാഗിലാക്കുക, മണ്ണ് കിട്ടിയാൽ ഗ്രോ ബാഗിലാക്കും. ഇപ്പൊ അടുത്ത് മുളച്ച തൈകള് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന പണിയൊക്കെ തൊഴിൽ ദിനം തന്നെ കണക്കാക്കി ചെയ്യും. അപ്പോഴ് ഈ പദ്ധതി നമ്മൾ ഈ വാർഡിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ മറ്റു വാർഡുകളിലൊക്കെ ഉണ്ടോ? ഇല്ല, ഈ വാർഡിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ബ്ലോക്ക് തലത്തിലുള്ള പരിപാടി എന്ന് വെച്ചാൽ എല്ലാ പഞ്ചായത്തിലും ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഈ ബ്ലോക്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ വാർഡിൽ മാത്രമാണ്? ഈ പഞ്ചായത്തിൽ മാത്രം, ഈ വാർഡിൽ മാത്രമാണ്. അപ്പൊ അതിനനുസരിച്ച് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി തൊഴിൽ ദിനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു കണ്ടെത്താൻ കഴിഞ്ഞു. കിട്ടി. അപ്പൊ ഈ തേങ്ങയൊക്കെ എവിടുന്നാ സംഭരിക്കുന്നത്? ഇത് കുറ്റ്യാടി തൈയാണല്ലോ അല്ലെ? നല്ല തൈയാന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ സൗജന്യമായിട്ടില്ല തയ്ച്ചില്ല. അപ്പം എല്ലാം തന്നെ സൗജന്യമായിട്ട് വീടുകളിൽ ആവശ്യമുള്ള ഇതിൽ എത്തിക്കിട്ടും. ഇതിലിപ്പോൾ ഞങ്ങൾ വന്നിട്ട് നല്ല സന്തോഷമാണ്. വീട്ടിൽ നിന്നായാലും നല്ല പ്രതികരണം കിട്ടുന്നത്. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുമ്പോൾ ഭക്ഷണങ്ങൾ പങ്കിട്ട് കഴിക്കുകയും അതൊക്കെ വളരെ ഒരു സന്തോഷമാണ്. ഞങ്ങൾ വീട്ടിലെത്തിയാൽ മക്കൾക്കാണെങ്കിലും അതിലൊരു യാതൊരു എതിർപ്പുമില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ ഇനി ഞാൻ പണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അവർ എനിക്ക് എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. പിന്നെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം, വൈകുന്നേരം ഒരു 5 മണിയാകും വീട്ടിലെത്തണമെങ്കിൽ. അപ്പൊ അതിനൊക്കെ വീട്ടുകാരും നല്ല സഹകരണമാണ്. ഇതോടൊപ്പം തന്നെ നല്ല സൗഹൃദവും വളർന്നു വരുന്നുണ്ടല്ലോ. നല്ല സൗഹൃദവും പിന്നെ നമുക്ക് അറിയാത്ത ആളുകളായിട്ട് നല്ല പരിചയവും പുതുക്കാനും പിന്നെ കുറെ ആളുകളായിട്ട് നല്ല അറിവ് കിട്ടാനും ഒക്കെ നല്ലൊരു കഴിവാണ്. ഇതിൽ വന്നതോട് കൂടിയിട്ട് നല്ലൊരു പുറത്തിറങ്ങാനും നടക്കാനും ഒക്കെ നല്ലൊരു അറിവ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഏത് പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്? ഇത് തൊഴിലുറപ്പിന്റെ പദ്ധതിയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ CIB ബോർഡുകൾ ഉണ്ടാക്കി സൈറ്റിൽ വിതരണം ചെയ്യാം. എത്ര ആളുകൾ ചേർന്നാണ് ഇപ്പോൾ ഈ സംരംഭം? 7 ആളുകളുണ്ട്. 3 കുടുംബശ്രീ. ആയിക്കോട്ടെ, 3. അപ്പൊ അതിലെ എല്ലാവരും തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെ പുറത്തുനിന്ന് ആള് വർക്ക് ചെയ്യുന്നുണ്ടോ? പുറത്തുനിന്ന് ബോർഡ് വെക്കാനൊക്കെ പുറത്തുനിന്ന് ആളെ ബാക്കിയുള്ള വർക്കൊക്കെ ഇവിടെയുള്ള വർക്കൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്? ഇതിങ്ങനെ വാർക്കുന്നതും പെയിന്റ് അടിക്കുന്ന അങ്ങനെയുള്ള എഴുതുക ഒക്കെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട് അല്ലേ? ആദ്യം ഇതൊക്കെ അറിയായിരുന്നു അല്ലെങ്കിൽ ഇതിൽ വന്നതിന് ശേഷമാണ് പണിയൊക്കെ എങ്ങനെ നന്നായി ചെയ്യാൻ തുടങ്ങി? അറിയില്ലേനും പിന്നെ കോൺക്രീറ്റ് ഒക്കെ ഞങ്ങളെ ഭർത്താക്കന്മാര് ചെയ്യുന്ന കണ്ട് പഠിപ്പിച്ചതാണ്. സ്വന്തം തന്നെ ചെയ്യൂല്ലേ? ഉണ്ടാക്കും. ഏതൊക്കെ പഞ്ചായത്തിലേക്ക് ഒക്കെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ വർഷം? നന്മണ്ട, കാക്കൂര്, പിന്നെ കക്കോടി, ചത്തമംഗലം, കുരുവട്ടൂര്. അവരെ ആവശ്യത്തിനുള്ള ബോർഡൊക്കെ ഇവിടുന്ന് തന്നെയാണ് പോകുന്നത്? ഇവിടുന്ന്. അപ്പം അങ്ങനെ സ്ഥിരം തൊഴിൽ കിട്ടുന്നുണ്ട്? അതുകൊണ്ട് സ്ഥിരം തൊഴിലുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം മുമ്പുള്ളതിനേക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ സോക്ക് പിറ്റുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുക ഓരോരോ വാർഡിൽ. അത് ചെയ്യുന്നുണ്ട്, അതിന്റെ വർക്ക് എടുക്കുന്നുണ്ട് അല്ലേ? അതൊന്ന് കുറച്ചുകൂടെ സാധ്യത കൂടുതലുണ്ടാവും അല്ലേ? പിന്നെ പഞ്ചായത്തിലെ അങ്കണപ്പച്ചേന്റെ അത് ഏറ്റെടുത്ത് മണ്ണ് നിറയ്ക്കുന്ന അതിൽ കുറെ ആൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ വളമൊക്കെ ചേർത്ത് വിത്ത് പാവ് എല്ലാം തൈ കൊടുക്കുക. തൈ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട്. കുറച്ച് കഴിയാത്തൊക്കെ പുറത്ത് ഇങ്ങനെ വാങ്ങും. അതിന്റെ ഭാഗമാണ് അവിടെ കാണേണ്ട തൈയൊക്കെ ഉള്ളത്. അതിന്റെ ഭാഗം ഇതില്ലേ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർക്ക് ഷെഡ് നിർമ്മിച്ചു തന്നു. നിങ്ങളൊക്കെ എല്ലാ പണിയും എല്ലാവരും ചെയ്യാണോ അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു പണി ഇങ്ങനെ? എല്ലാ പണിയും ചെയ്യും. ഈ എഴുത്തൊക്കെ നമ്പറൊക്കെ ഇടുന്നൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നല്ലേ? ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സമയം കിട്ടാല കൂടുതൽ വർക്ക് വരുമ്പോ ആളെ വെക്കുന്നത് മറ്റുള്ളവർ കൊണ്ട് ചെയ്യും. അപ്പോൾ നിർമ്മിതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഉള്ളതാണല്ലേ ഈ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് ചെടികളൊക്കെ നിറച്ച് കൊടുക്കും. അതിപ്പോ എങ്ങനെയൊക്കെ ഇതൊക്കെ ഇങ്ങനെ നിറച്ചു കൊടുക്കും? വെള്ളുപൊടി, ചാണപ്പൊടി, 3 കൂടി കുഴച്ചിട്ടിട്ട് 4 ചേരിപ്പൊടി എല്ലാം കൂടെ കുഴച്ചു വെച്ചതാണ് ഇപ്പൊ ചാക്കിലുള്ളത്. അത് ഇപ്പം കുഴച്ചു വെച്ചത് ഇനിയിപ്പോ ചട്ടിയിൽ നേരിട്ട് നിറയ്ക്കാണോ ചെയ്യാ? അത് അവർ കൊണ്ടുപോയി നിറയ്ക്കും. മണ്ണ് ഇനി നേരിട്ട് ചാക്കിൽ നിറച്ചാൽ മതി. എന്നിട്ട് എന്തായാലും വിത്ത് പാവിട്ടാ പച്ചക്കറി തൈ തന്നെ കൊടുക്കുകയാണ്. തൈ തന്നെ വെച്ചിട്ട് കൊടുക്കുക. ഒരാൾക്ക് എത്രയെന്നുള്ളതാ കണക്കൊക്കെ ഉള്ളത്? 10 ചട്ടി. ഒരാൾക്ക് 10 ചട്ടി. അങ്ങനെ പഞ്ചായത്തിന്റെ സ്കീം അനുസരിച്ച് നിങ്ങൾ അതൊന്നും അറിയണ്ട, നിങ്ങൾ ഇത്ര എണ്ണം നിറച്ച് കൊടുക്കാന്ന് മാത്രം ചെയ്യും അല്ലേ? വാർഡിലെ വേണ്ട എണ്ണം ഇവിടെ നിങ്ങൾ കയറ്റി കൊടുക്കുക അല്ലേ?
വണ്ടിയിൽ കേട്ട് കൊടുക്കും. അത് തൊഴിലുറപ്പണി തൊഴിലുറപ്പ് അത് പോകും. ഇല്ലാത്തപ്പോ ഏതായാലും തൊഴിൽ ഇങ്ങനെ മാറി മാറിക്കൊണ്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ മാറി അത് ശരി. ഈ സ്ഥാപനം ഇപ്പൊ എന്താണെന്നെങ്കിൽ ഒരു പേരെന്താണ് സ്ഥാപനത്തിന്? വനിതാ സൗഹൃദവേദി. ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇതിൽ നിർമ്മിച്ചതാണ്. വനിതകളെ എല്ലാ ഇതും മീറ്റിങ്ങുകളും എല്ലാ കാര്യങ്ങളും ഇനി വേണമെങ്കിൽ യോഗ അങ്ങനത്തെ ഒക്കെ നടത്താനും ഞങ്ങൾക്ക് അംഗനവാടിക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് മീറ്റിംഗ് നടത്താനും അമ്മമാരെ മീറ്റിങ്ങും എല്ലാ കാര്യങ്ങൾ നടത്താനും ഇപ്പൊ ഞങ്ങൾ ഇന്ന് ശിശുദിനായിട്ട് ഇവിടെ വെച്ചിട്ടാണ് സ്പോർട്സ് ഒക്കെ നടത്തിയത്. മക്കൾക്ക് എല്ലാ പരിപാടി നടത്താനും ഒക്കെ വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച കെട്ടിടമാണ്. അപ്പൊ ഇതിന്റെ ഗുണഭോക്താക്കള് ആരൊക്കെയാണ് വരുന്നത്? ഇതിനകത്ത് വനിതകളാണ് മെയിൻ ആയിട്ട് പറയുന്നത് പോലെ എന്ത് കാര്യത്തിനും അവർക്ക് ഇത് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അവർക്ക് കൂടിച്ചേരാനും സൗഹൃദം പങ്കുവയ്ക്കുക, കുടുംബശ്രീ യോഗങ്ങൾ എന്ത് യോഗങ്ങൾ അങ്ങനത്തെ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. പിന്നെ നമുക്ക് ഹെൽത്തിന്റെ എന്ത് പിന്നെ ചെക്കപ്പോ ഈ പിന്നെ ഇതൊക്കെ നടത്തലുണ്ടല്ലോ. അപ്പൊ അംഗനവാടിന്റെ ഉള്ളിൽ സൗകര്യം ഇല്ലാത്തതും കൊണ്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടുന്ന് മക്കൾക്ക് കുത്തിവെപ്പ് വൈറ്റമിൻ കൊടുക്കലോ പിന്നെ ഓരോ മാസത്തില് നടത്തലുണ്ടല്ലോ. അതൊക്കെ ഇവിടെ വെച്ച് നടത്താന്നുള്ള ഇതില് ആണ്. അപ്പൊ ഇങ്ങനെ ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് എന്തൊക്കെയാ ഗുണം തോന്നുന്നത്? ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ സാധാരണ ഈ ടൈം ആകുമ്പോ വേറെ ഷോപ്സും ഒന്നും ഉണ്ടാവില്ല, പിന്നെ വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇരുട്ടാം, പക്ഷെ ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ നല്ല ഗുണമാണ്. ഇത് ഇങ്ങോട്ട് താഴത്തിന്റെ വർക്കേഴ്സ് ആണല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ പണിയൊക്കെ ഈ സാധാരണ എവിടെയും കാണാത്ത രീതിയിലാണ് രാത്രിയൊക്കെ കാണുന്നത്. അതിന്റെ ഉദ്ദേശം എന്താ? രാത്രി അതിന്റെ ഉദ്ദേശം ഇവരൊക്കെ രാവിലെ പണിക്ക് പോകുന്നവരാണ്. എന്നെക്കൊണ്ട് രാവിലെ വന്നിട്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്യാനുള്ള ഒരു ഇതില്ലല്ലോ. ഇതില് വേറൊരു സൗകര്യമില്ലേ? ഈ ലൈറ്റ് ഇങ്ങനെ ഉണ്ടാകുന്ന ഇത് ലൈറ്റ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വളരെ സുരക്ഷിതമായിട്ട് തന്നെ ജോലി ചെയ്യാം. എത്രയായി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നത്? ഭരണസമിതി വന്നതിന്റെ ശേഷം പിന്നെ നിഷിന്റെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴത് തുടങ്ങിയല്ലേ? നിഷിയുടെ മെമ്പറെ കാലത്താണ് തുടങ്ങി. നമ്മളെ പഞ്ചായത്തിൽ വേറെ എവിടേക്കാണ് നടക്കുന്നത്? പിന്നെ പറമ്പിൽ ഏതായാലും നല്ല സംതൃപ്തിയോടെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. എന്തൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ടോ? കെട്ടി വെച്ചിട്ട് ഞങ്ങൾക്ക് പറയുന്ന നിയമപ്രകാരമാണെങ്കിൽ റോഡ് മാത്രം അടിച്ചാൽ മതി അല്ലേ? ഞങ്ങൾ പീഡിയക്കൊലായി ഇതിലിപ്പോ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അവർ തൊഴിലുള്ളവരുപരി ഒരു സേവന മനോഭാവമുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഒരു സേവനം കൂടിയാണല്ലോ നമ്മളിപ്പോ ഇത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ ശുചിത്വ മിഷനും അതുപോലെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ നടപ്പാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അല്ലാതെ നമുക്കൊന്നും ഇനി മുന്നോട്ട് പോകാൻ തന്നെ കഴിയില്ല. ഇതിന്റെ മാലിന്യങ്ങളുടെ പ്രശ്നം അത്രയും വലുതാണ്. അതൊക്കെ ക്രമേണ വന്നോളൂ. ഇപ്പൊ നേരത്തെ ഹരിതകർമ്മസേനന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വീടുകളൊന്നും തീരെ അംഗീകരിച്ചിട്ടില്ലേ? പിന്നീട് എല്ലാവർക്കും ബോധ്യമായി അത് എല്ലാവരും സഹകരിക്കേണ്ട കാര്യമാണെന്നുള്ളത്. അപ്പൊ അതുപോലെ നമ്മൾക്ക് മാറി വരും. ഞങ്ങള് ക്ലീൻ കുമ്മൻകുട്ടതാഴം പ്രവർത്തകർ കണ്ടുവരികയാണ്. അപ്പൊ അവരോട് കുറെ കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിരുന്നു. അപ്പൊ അവര് ഈ കടക്കാരെ പറ്റി ചോദിച്ച സമയത്ത് അവര് കുറെ ആളുകൾ നന്നായി സഹകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താണ് ഈ ക്ലീൻ കുമ്മൻകുട്ടതാഴത്തിനെ പറ്റി? ഈ ക്ലീൻ കുമ്മൻകുട്ടതാഴം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പരിപാടിയാണ് നമ്മുടെ വാർഡിൽ നടത്തായിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വ്യാപാരികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഗുണമാണ് ഈ ക്ലീൻ കുമ്മൻകുട്ടതാഴം എന്ന പരിപാടി. നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ അത് നല്ല വൃത്തിയാക്കി പോകുന്നുണ്ട്. ഞങ്ങൾ അവരോട് നല്ല സഹകരിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യം നിന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് തുടർന്ന് നമ്മൾ അവരോട് എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഷോപ്പുകാരൊക്കെ എല്ലാം പരമാവധി സഹകരിക്കേണ്ടതാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മുടെ സിറ്റി മുഴുവൻ നല്ല നല്ല ക്ലീൻ ആണ്, നല്ല വൃത്തിയായി കിടക്കുകയാണ്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ സംസ്കരിക്കുന്നുണ്ട്. അവർ പ്ലാസ്റ്റിക്കും കാര്യമൊക്കെ വേറെ തന്നെ ആക്കിയിട്ട് അത് സംസ്കരിക്കുന്നുണ്ട് രാത്രി. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കറക്റ്റായിട്ട് ഒരു കാര്യങ്ങൾ കറക്റ്റായി ചെയ്തു പോകുന്നുണ്ട്. നമ്മുടെ വ്യാപാരികളെ നന്ദി അറിയിക്കാം. ഇതിപ്പോ ഏത് കുടിവെള്ള പദ്ധതിയാണ്? ഇത് കോമട്ടൂന്നും പണരണ്ടി കുടിവെള്ള പദ്ധതി. നിങ്ങളിപ്പോ ഇതിന്റെ ഞാനിപ്പോ കോണ്ടൂന്നിൽ ഗുണഭോക്താവാണ്. ഗുണഭോക്താവാണ്. ഈ കമ്മിറ്റിന്റെ കൺവീനർ ആയിരുന്നു. കഴിഞ്ഞ കൊല്ലാണ് മാറിയത്. ഇപ്പൊ അതിന്റെ കമ്മിറ്റി അംഗമാണ്. അപ്പൊ മറ്റ് ഏതൊക്കെ കുടിവെള്ള പദ്ധതിയാണ് നമ്മളെ ഈ വാർഡിലുള്ളത്? ഈ വാർഡിൽ 5 കുടിവെള്ള പദ്ധതിയാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് കോണ്ടൂന്ന് മണൽകണ്ടി, പിന്നെ ഒന്ന് താമരത്തി മീത്തൽ കുടിവെള്ള പദ്ധതി, പിന്നെ ചെന്നുകോട്ട് മാറായി കുടിവെള്ള പദ്ധതി. അങ്ങനെ 5 കുടിവെള്ള പദ്ധതി ഉള്ളത്. ജലജീവൻ പദ്ധതിപ്പെട്ട ജലജീവൻ പദ്ധതിയിൽ ഒരു 622 ആള് വേറെ ഉണ്ട്. ഇപ്പൊ എന്ത് പ്രവൃത്തി അവിടെ നടന്നിട്ടുള്ളത്? അപ്പൊ ഒന്ന് നമ്മളെ ഇത് ചുറ്റുമതിൽ
കിട്ടി. ഈ വർഷത്താണ് എടുത്ത കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ പണി. അത് ശരി. ദൈനംദിന പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗുണഭോക്താക്കൾ എന്തെങ്കിലും പണം ചെലവ് ചെയ്യുന്നുണ്ടോ? ദൈനംദിന ഗുണഭോക്താക്കൾ പൈസ KSBയിലേക്ക് പൈസ അടയ്ക്കാന്നുള്ള കറണ്ടിന്റെ പൈസ അടയ്ക്കുന്നുണ്ട്. പിന്നെ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ വരുമ്പോൾ ചെറിയ വാത പൊട്ടൊക്കെ ഉണ്ടാകുമല്ലോ, അത് കമ്മിറ്റി തന്നെ പൈസ ചെലവാക്കിയിട്ട് അത് അടയ്ക്കുന്ന. ഈ 5 പദ്ധതിയുടെ ഭാഗമായിട്ട് എത്ര ഗുണഭോക്താക്കൾ ഉണ്ടെന്ന് അറിയോ? ഒരു 120ഓളം മൊത്തത്തിലുണ്ട്. അപ്പൊ മുമ്പൊക്കെ ഉള്ള പരാതി ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇപ്പൊ നന്നായി വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഇതിപ്പോ ഒരു പ്രശ്നം ഇല്ല. പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളെ വാർഡിൽ പൊതുവെ കുടിവെള്ളം ആവശ്യത്തിന് ഇപ്പൊ ലഭ്യമാകുന്നുണ്ട്, വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. എത്ര വർഷം ഇത് തുടങ്ങിയിട്ട് പറഞ്ഞത്? ഇതിപ്പോ 1 വർഷത്തോളമായി തുടങ്ങിയിട്ട്. 1 വർഷം. ഇപ്പൊ ഇവിടെ എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട്? 10-15 ആൾക്കാര് രാവിലെ ഉണ്ട്. വൈകുന്നേരം ഷിഫ്റ്റിലും കുറച്ച് ആൾക്കാരുണ്ട്. കുറെ ആളുണ്ട്. അപ്പം കൂടുതൽ ആളുകൾ ഇപ്പം കൂടി വരുന്നുണ്ടല്ലോ. ഈ ജീവിതശൈലി രോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ആളുകളൊക്കെ വരുന്നത്? ഉറപ്പായിട്ടും. കാരണം ഈ വെയിറ്റ് കാരണം കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഡെയിലി വർക്കൗട്ട് നൽകുന്നത് മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. അപ്പം അത് രോഗങ്ങൾക്കും നല്ല ഗുണം കിട്ടും, മാത്രമല്ല ശരീരത്തിന് നല്ലതുമാണ്. ഏത് വിഭാഗത്തിലെ ആളുകളാണ് കൂടുതലും വരുന്നത്? ഈ ഷുഗർ പേഷ്യന്റ്, ഡയബറ്റീസ് ഉള്ള ആൾക്കാരും ആണ് അധികം ഉണ്ടാവില്ല. പിന്നെ വെയിറ്റ് അധികമുള്ള ആൾക്കാരും വരാറുണ്ട്. വെയിറ്റ് അധികം കാരണം ഒബേസിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതോടുകൂടി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവർ കൃത്യമായിട്ട് വന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് പഠനത്തിലേക്ക് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അതുപോലെ പ്രായമായവരോ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞവർ അങ്ങനത്തെ വല്ല കാര്യം വരുന്നു? അങ്ങനെ അധികമല്ല, പക്ഷേ തടിയുള്ളവരൊക്കെ വന്നിട്ട് കളിക്കാറുണ്ട്. തടിയുള്ളവർ അല്ല, അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്നത് വളരെ നല്ലതല്ലേ? നല്ലതാണ്. ഇതിൽ പ്രായത്തിന്റെ കണക്കില്ലല്ലോ. എക്സസൈസ് വർക്കൗട്ടാണ്, വ്യായാമമാണ് മുഖ്യം. കേരളത്തിൽ പൊതുവേ ഇത് കുറവാണല്ലോ അല്ലേ എക്സസൈസ് ചെയ്യുന്നത്? ആരും ഇതിന് അത്ര അവെയർ അല്ല. അതുകൊണ്ടാണത്. പഞ്ചായത്തൊക്കെ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇതൊക്കെ ചെയ്തവരാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ട കാര്യത്തിലൊക്കെ സപ്പോർട്ടാണ്, വളരെ സപ്പോർട്ടാണ്. ഇവിടെ വന്ന ചെയ്തു പോയ ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെയാണോ? അതെ. ഒരു വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്ന് ഞാൻ അതിനെ സഹായിച്ചു കൊടുത്ത് വെയിറ്റ് കുറഞ്ഞ് ഹാപ്പിയാണ്. വന്നിട്ട് ഗുണപരമാണെന്ന് പറയുന്നത് അല്ലേ? വളരെ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ കുറെ ആളുകൾ കൂടുതൽ വരുന്നത് പ്രതീക്ഷിക്കുക അല്ലേ? പിന്നെ ഇതൊക്കെ ഇപ്പം വലിയ വിലപിടിപ്പുള്ള മെഷീൻസ് അല്ലേ ഇതൊക്കെ ഉള്ളത് അല്ലേ? അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കാര്യമായി. ഞങ്ങൾ ഞായറാഴ്ച ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു മസിലിന് കളിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂർ റെസ്റ്റ് വേണം എന്തായാലും. അപ്പോൾ ഞായറാഴ്ച ഫുൾ റെസ്റ്റാണ്, ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ ഈ മാറ്റത്തിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഏറെ അഭിമാനത്തോടെ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.